9 വയസ്സുള്ള ബാലസ്വരൂപിണിയായിട്ടുള്ള ദേവി ഈ കാട് മുഴുവൻ നിറഞ്ഞ് ഓടിക്കളിച്ചെടുക്കുന്ന ഒരു കൊച്ചു ബാലസ്വരൂപിണി ദേവിയായിട്ടാണ് ഇവിടെ അറിയപ്പെടുന്നത്. ദേവിക്ക് ഇവിടെ രൗദ്രഭാഗത്തിലുള്ള പുഷ്പങ്ങൾ ഇഷ്ടമല്ല, രൗദ്രഭാഗത്തിലുള്ള പുഷ്പാഞ്ജലികൾ ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ചെത്തിയും തുളസിയും താമരയാണ് ഇവിടെ പൂജയ്ക്കും മാല ചാർത്താനും ഉപയോഗിക്കുള്ളൂ. ഇവിടെ പുറത്തുനിന്ന് കൊണ്ട് മാലയൊന്നും ഇവിടെ ചാർത്താറില്ല. അതുപോലെ തന്നെ മുല്ലപ്പൂ വെച്ച് ആരും ഇവിടെ ഇല്ല, മുല്ലപ്പൂ വെച്ച് ഇവിടെ സന്തോഷങ്ങളും ദേവിക്ക് ഇഷ്ടമല്ല. ഇവിടെ ചന്ദനത്തിന് പോലും കത്തിക്കാറില്ല. അപ്പോൾ നമ്മളത് ദേവസ്വം ബോർഡിൻ്റെ അമ്പലമാണെങ്കിലും അത് നമ്മൾ മാറി മാറിയിരുന്ന കമ്മിറ്റി അത് പരിപാലിച്ചു പോരും. പുറമേ ഒന്നും മാല ചാർത്താറില്ല. അതിനകത്തൊക്കെ നമ്മളൊരു എന്താ പറഞ്ഞാൽ അതിനകത്ത് ഒരു വൃത്തിയും ഇതും നമ്മൾ കണ്ടുകൊണ്ടാണ് അത് അങ്ങനെ പാലിച്ചു പോകാൻ. പിന്നെ ഇവിടെ നമ്മൾ രൗദ്രഭാഗത്തുള്ള ശത്രുസംഹാരവും ഇല്ല, അല്ലെങ്കിൽ ഗുരുതി പുഷ്പാഞ്ജലികളൊന്നുമില്ല. ഇവിടെ വിദ്യാമന്ത്രം, അഷ്ടോത്തര അർച്ചന, വനദുർഗ, ഐക്യപത്യ സൂത്രം, ഭാഗ്യസൂത്രം അങ്ങനെയുള്ള പുഷ്പാഞ്ജലികളാണുള്ളത്. പിന്നെ ഇവിടെ ഈ ഇതാണ് പൂജയായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. പിന്നെ ഇവിടെ ഉത്സവത്തിന് ഇവിടുത്തെ ഉത്സവം ഈ പറഞ്ഞ മീനത്തിൽ ഉത്ര ആറാട്ട് വരുന്ന രീതിയിൽ മീനത്തിൽ കൊടിയേറും. ഇവിടുത്തെ തുടർന്ന് മാർച്ച് 30-ാം തീയതിയാണ്. ഇവിടത്തോടനുബന്ധിച്ച് തന്നെ തൊട്ടടുത്തുള്ള വേങ്ങൂര്, മാണിക്യമംഗലം, എടാട്, ചെങ്ങൽ, ആയത്തോട്, എഴിപ്പുറം ഈ ദിവസങ്ങളിൽ എല്ലാ ദിവസവും ഒരേ ദിവസം കൊടിയേറും. ഇതൊക്കെ ഈ പരിസരത്തുള്ള എറണാകുളം ജില്ലയിൽ തന്നെയുള്ള ക്ഷേത്രങ്ങളാണ്. ഇവിടെ ഓരോ ദിവസം കൊടിയേറും. പൂരം നാൾ പൂരം ഇരിങ്ങോൾ പൂരമാണ്, ബാക്കിയുള്ള ദിവസം നാളിലാണ് പൂരം. അപ്പോൾ ഈ 7 ദിവസവും ദേവി ഉത്സവം ഇവിടെ കൊടിയേറി കഴിഞ്ഞാൽ ഓരോ ദിവസവും ഉത്സവത്തിന് പോകുന്നതുകൊണ്ട് ഈ ദേവിയെ വിളിച്ചെഴുന്നേൽപ്പിക്കാൻ വേണ്ടി മാത്രം ഈ 8 ദിവസം മാത്രമാണ് ഇവിടെ ശംഖുവിളിയുള്ളൂ. ബാക്കി മുഴുവൻ ഈ ദേവിയുടെ ശക്തി ചെയ്തതിന് വനത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് ദേവിനെ വിളിച്ചുകൊണ്ടിരുത്തേണ്ട കാര്യമില്ല. ഇവിടെ ഉണ്ട് ആള്. ബാക്കി 7 ദിവസം ദേവി ഓരോ ഉത്സവത്തിനും പോകും. അപ്പോൾ ഈ 7 ദിവസം ഇവിടെ ശംഖുവിളിയുണ്ട്, പള്ളിയുണർത്തലുണ്ട്. ബാക്കി പള്ളിയുണർത്തലില്ലാത്ത ക്ഷേത്രം അത്. അപ്പോൾ അങ്ങനെ 7 ദിവസം 8-ാമത്തെ ഇവിടെ എല്ലാ ദേവിമാരുടെയും സാന്നിധ്യം ഇവിടുത്തെ പൂരം നാൾ ഉണ്ടാവുമെന്നാണ് പറയപ്പെടുന്നത്. രാത്രി കാലങ്ങളിലൊന്നും ഇവിടെ ആരും ഇല്ല. കാരണം ഇവിടെ ആരും വേണ്ട, ഞാൻ തന്നെ മതി എന്നുള്ളതാണ്. രാത്രി കാലങ്ങളിൽ ഇപ്പോൾ ഈ പറഞ്ഞ ഇതിൻ്റെ അടുത്തുള്ള ഈ കല്ലിലമ്പലം എന്ന് പറഞ്ഞല്ലോ, അവിടെ ദേവിയുടെ ഒരു ജ്യേഷ്ഠാനിത്യമായ ഒരാളാണ്. പിന്നെ ഒരു വായ്ക്കരക്കാവുണ്ട്. വൈക്കരകോട് എൻ്റെ അടുത്ത് തന്നെയാണ്. ഈ 3 പേരും ഇവിടെ പരസ്പരം ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ ഇവിടെ കൂടിക്കാണണമെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ മറ്റുള്ള മനുഷ്യരുടെ ഒരു സഹവാസം അവർക്ക് ഇഷ്ടമല്ല.